ബോളിവുഡിൽ നിന്ന് ഒരു ക്രൈം ഡ്രാമ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അഭിഷേക് ബാനർജിയുടെ സ്റ്റോളൻ. എനിക്കൊന്ന് ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത സിനിമയെന്ന് തോന്നുന്നു. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ അഭിഷേക് ബാനർജി ആരാണെന്ന് അറിയാത്തവർക്ക് നമ്മുടെ സ്ത്രീ ഇല്ലേ രാജ്കുമാർ റാവുവിന്റെ ആ പടത്തിൽ ആൾക്കൊരു ഗ്യാങ് ഉണ്ടാവുള്ളൂ, രണ്ടുപേരും. അതിലൊരാളില്ലേ മറ്റേ സ്ത്രീയെ വന്നിട്ട് ആവാഹിച്ചു കൊണ്ടുവരാനൊക്കെ പറ്റും പറയുന്നത്, അതാണ് അഭിഷേക് ബാനർജി. ഇനിയും മനസ്സിലാവാത്തവർക്ക് നമ്മുടെ ജോൺ അബ്രാമിന്റെ വേദ പറഞ്ഞിട്ടൊരു പടം ഈയിടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ വില്ലനായിട്ട് അഭിനയിച്ചത് നമ്മുടെ അഭിഷേക് ബാനർജി തന്നെയാണ്. സോ ഇത് പറയുമ്പോൾ ഈ സിനിമയുടെ ടൈറ്റിൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. സ്റ്റോളൻ, അതായത് ഒരു കുട്ടിയെ ആരോ കടത്തിക്കൊണ്ടുപോകും, പിന്നീട് നടക്കുന്ന അന്വേഷണം കാര്യങ്ങളൊക്കെയാണ്. അവർ പറയുന്നത് ദിസ് ഇസ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി, അല്ലെങ്കിൽ ട്രൂ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഞങ്ങൾ കുറച്ച് ഫിക്ഷണൽ എലമെന്റ്സും അതേപോലെ തന്നെ ഡ്രാമറ്റൈസ് ചെയ്തിട്ടാണ് ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കൊമേഴ്ഷ്യൽ പടം ഒരിക്കലും പ്രതീക്ഷിച്ച് പോകരുത്. ഇത് ഈ പെർഫോമേഴ്സിന്റെ പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നന്നായി പെർഫോമൻസ് കാണണം, അല്ല അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ കണ്ടു നോക്കാം. പക്ഷെ ഞാൻ പറയാം, ഇതൊരു ആർട്ട് വർക്കാണ്, ഒരു ആർട്ട് ഫിലിം എന്നൊക്കെ പറയാം. അത് ഈ സൊസൈറ്റിയിലുള്ള സോഷ്യൽ ഈവിൾസിനൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് ഈ ഗ്രിപ്പിംഗ് ആയിട്ടും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രസത്തിൽ കണ്ടിരിക്കാവുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. യൂഷ്വലി നമ്മൾ ഈ മറ്റേ ബേസ്ഡ് ഓൺ എ റിയൽ ലൈഫ് ഇൻസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ ഡോക്യുമെന്ററി പോലെയും അല്ലെങ്കിൽ അവാർഡ് പടം പോലെ ആയിരിക്കും എടുത്തു വെച്ചിട്ടുണ്ടാവുക. ഇത് പക്ഷെ അങ്ങനെയൊന്നും അല്ല. അത്യാവശ്യം നമുക്കൊരു ത്രില്ലർ പടം കാണുന്ന ഗുമ്മൊക്കെ കിട്ടും. നമ്മുടെ കാർത്തിയുടെ ഒരു പടം ഉണ്ടായിരുന്നു, തീരൻ അധികാരം ഉണ്ട്. അതിൽ അവര് ഒരു കൊലപാതകയില്ല, കൊലപാതകം പിടിക്കാൻ വേണ്ടിട്ട് ഒരു വില്ലേജിൽ പോയിട്ട് അവിടെ ഇട്ട് തല്ലില്ല എല്ലാവരും പിടിച്ചിട്ട്, എന്നിട്ട് അവർ തിരിച്ചു പോകണ്ടല്ലോ. അതേപോലെ ഒരു ഗ്രാമം ഉണ്ട്, അതേപോലെ കുറെ സൈക്കോസും ഉണ്ട്, ഇട്ട് തല്ലും പിടിച്ചിട്ട്. സോ എനിക്ക് അത്യാവശ്യം നല്ലൊരു സിനിമയായിട്ടാണ് തോന്നിയത്. പെർഫോമൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഈ അഭിഷേക് ബാനർജിയുടെ പെർഫോമൻസ് കിടിലനായിരുന്നു. യൂഷ്വലി നമ്മൾ എല്ലാ പടത്തിലും കാണുന്ന പോലെ തന്നെ ഒരാൾ പിടിച്ച് 1000 പേര് അടിക്കുക അങ്ങനെയൊന്നുമില്ല. നല്ലോണം തല്ലുകളുണ്ട്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്, ആ സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ആ റെയിൽവേ സ്റ്റേഷൻ കാര്യമൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നി. കുറച്ചും കൂടി സീൻസ് അവിടെ ഉണ്ടായിരുന്നതിൽ തോന്നി. ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ എഗെയിൻ ഒരു അവാർഡ് പടം പോലെയാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. സോ വേണ്ടവർ കണ്ടു വെക്കുക. പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇതിലൊരു കാർ ചേസ് സീക്വൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ല രസമുണ്ട്. 2018 ആസമിൽ നടന്നൊരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാന്ന് തോന്നുന്നു. ഇവർക്ക് ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ രണ്ടുപേര് നമ്മൾ എന്തെങ്കിലും ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും കലവലാദികൾ പോയിട്ട് അത് ഷൂട്ട് ചെയ്തിട്ട് അത് അവർ വന്നിട്ട് സോഷ്യൽ മീഡിയയിലാണ്. ഇന്നത്തെ കാലത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും പോലീസിനെ വിളിക്കുന്നതിന് മുമ്പ് ആദ്യം സോഷ്യൽ മീഡിയ കോടതിയിലാണല്ലോ കൊണ്ടുപോയി കാണിക്കുക. അപ്പൊ അങ്ങനെ ഇടുന്ന സമയത്ത് പലപ്പോഴും വിക്ടിം വന്നിട്ട് പ്രതിയാവും. വാദി പ്രതിയാവണ പല ഇൻസിഡൻസും ഉണ്ട്. അതൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. സോ ഇതിലാ മറ്റേ കൊച്ചിന്റെ അമ്മയായിട്ടൊരു സ്ത്രീ അഭിനയിച്ചിട്ടുണ്ട്, അത് അടിപൊളിയായിരുന്നു. അഭിഷേക് ബാനർജിയുടെ അനിയനായിട്ട് ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തത്. ഞാൻ പറയാം, പെർഫോമൻസ് ബേസ്ഡ് സിനിമാസ് ഇഷ്ടമാണെന്ന് വെച്ചാൽ കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. സോ ട്രൈ ഇറ്റ് ഔട്ട്. ഹിന്ദി ഭാഷ മാത്രമേ ഉള്ളൂ തോന്നുന്നു.